ഗ്രീൻ ബോണ്ട്. ഒന്ന് ഗസ് ചെയ്ത് വായിക്കരുത്. യു ക്യാൻ ഗസ് ഫ്രം ദി വേർഡ് ഇറ്റ് സെൽഫ്. വാട്ട് ഈസ് ഗ്രീൻ ബോണ്ട്? ബോണ്ടാണ് ഇഷ്യൂ ചെയ്യുന്നത്. ആ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നതുണ്ടെങ്കിൽ ഗ്രീൻ എന്ന് പറയുമ്പോൾ എന്താ, ആ ബോണ്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ കുറച്ച് ക്യാപിറ്റൽ അവർ മൊബിലൈസ് ചെയ്യും. ആ മൊബിലൈസ് ചെയ്യുന്ന ക്യാപിറ്റൽ എന്തിനു വേണ്ടിയിട്ടായിരിക്കും? സസ്റ്റൈനബിൾ പ്രൊജക്ട് അല്ലെങ്കിൽ ഗ്രീൻ പ്രൊജക്ടുകൾക്ക് ഉപയോഗിക്കും. ഇത്രയേ ഉള്ളൂ ഐഡിയ. ഗ്രീൻ പ്രൊജക്ട് എന്ന് പറയുമ്പോൾ എന്തെല്ലാം ആയിരിക്കാം? റിന്യൂവബിൾ എനർജി സെക്ടർ, കറക്റ്റ് അല്ലേ? റിന്യൂവബിൾ എനർജി സെക്ടർ എന്ന് പറയുന്നത് ഗ്രീൻ ആണ്. എനർജി ട്രാൻസിഷൻ ഗ്രീൻ ആണ്. അതേപോലെ സസ്റ്റൈനബിൾ ബിൽഡിംഗ് ഡെവലപ്മെന്റ്. ഇത്തരത്തില് എൻവയോൺമെന്റലി ഫ്രണ്ട്, നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, ഗ്രീൻ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി പ്രൊജക്ട് എന്നേ മീനിങ് ഉള്ളൂ. എൻവയോൺമെന്റലി ഫ്രണ്ട്ലി ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ റീസെന്റ് കുറച്ചും കൂടി കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് വേണ്ടി. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് വേണ്ടി റിസോഴ്സ് മൊബിലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പുതിയ ടെക്നിക്ക് അല്ലെങ്കിൽ ഒരു ബോണ്ടിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഗ്രീൻ ബോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് വേണ്ടി അല്ലെങ്കിൽ റിസോഴ്സസ് മൊബിലൈസ് ചെയ്യുന്നതിന് വേണ്ടി റീസെന്റ് ഡേയ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പുതിയൊരു കൺസെപ്റ്റിനെ വിളിക്കുന്ന പേരാണ് ഗ്രീൻ ബോണ്ട്. അപ്പൊ ഈ ഗ്രീൻ ബോണ്ടിന് രണ്ട് സൈഡുകളുണ്ട്. യൂഷ്വലി ഇത് ഇഷ്യൂ ചെയ്യുന്നത് എൻവയോൺമെന്റ് സസ്റ്റൈനബിലിറ്റി അല്ലെങ്കിൽ എൻവയോൺമെന്റ് ഒരു ഇമ്പോർട്ടന്റ് ആണെന്ന് പ്രൊമോട്ട് ചെയ്യുന്ന ചില കമ്പനീസ് ആയിരിക്കും ഇത് ഇഷ്യൂ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നത് ആരായിരിക്കും? യൂഷ്വലി ബോണ്ട് മാർക്കറ്റിൽ നിങ്ങൾ എല്ലാവരും എന്തിനാ ശ്രമിക്കുക? മാക്സിമം റിട്ടേൺ. ഗ്രീൻ ബോണ്ടിന് റിട്ടേൺ കുറവായിരിക്കും. ഗ്രീൻ ബോണ്ടിന് റിട്ടേൺ കുറവായിരിക്കും. പക്ഷെ നിങ്ങളിൽ ചില ആളുകൾക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ ഒരിക്കലും ഒരു എന്ത് ചെയ്യാൻ പോകുന്നില്ല, ഒരു എൻവയോൺമെന്റൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ സാധ്യതയില്ല. പക്ഷെ ആ ചെയ്യുന്ന ആളുകളെ നമുക്ക് ചെറുതായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്തുകൂടെ? ബിക്കോസ് ദി എൻവയോൺമെന്റ് ആൻഡ് സസ്റ്റൈനബിലിറ്റി ഇസ് നീഡ് ഓഫ് ദി അവർ. വയനാട് സംഭവിച്ചത് എൻവയോൺമെന്റ് സസ്റ്റൈനബിലിറ്റിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ? എല്ലാ വർഷവും ഗ്ലോബൽ വാർമിംഗ് നടക്കുന്നുണ്ട്, ക്ലൈമറ്റ് ചേഞ്ച് നടക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഘോരം പ്രസംഗിക്കും എന്തെന്ന്? ക്ലൈമറ്റ് ചേഞ്ച് പാടില്ല, നമ്മളെല്ലാവരും അതിനെതിരെ പ്രവർത്തിക്കണം. എന്നിട്ട് നമ്മൾ കടയിൽ പോയി ഒരു പ്ലാസ്റ്റിക് സെഞ്ചിൽ സാധനങ്ങൾ മേടിക്കും. അത് കുടുംബശ്രീക്ക് കൊടുക്കുക. അത് വേണ്ട, കാശ് കൊടുക്കണ്ടേ, നമുക്ക് കത്തിക്കാം അല്ലേ? ഇതാണ് നമ്മുടെ എല്ലാവരുടെയും ആറ്റിറ്റ്യൂഡ്. ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്നുള്ള ഒരു ചേഞ്ച് ആണ് ഈ ഗ്രീൻ ബോണ്ട് എന്ന് പറയുന്നത്. റിട്ടേൺ കിട്ടും, പക്ഷെ റിട്ടേൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് എന്ത് സാറ്റിസ്ഫൈ ചെയ്യാം? നിങ്ങളുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് മെന്റാലിറ്റിയെ പ്രൊമോട്ട് ചെയ്യാം. ദിസ് ഈസ് ദി ബേസിക് ഐഡിയ. അപ്പൊ ഒബ്വിയസ്ലി റിയാലിറ്റി എന്തായിരിക്കും? ഇതിന്റെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം വളരെ വളരെ കുറവായിരിക്കും. നമ്മളാരും അത്ര നല്ലവന്മാരാന്നൊന്നും പറയാൻ പറ്റില്ല. പണ്ടോട്ടെ ആളുകൾ നല്ലവരാണെങ്കിൽ ഇപ്പൊ ഈ അവസ്ഥ ഉണ്ടാവോ? ഇതിനേക്കാളും മോശം ആളുകളാണ് നമ്മൾ, അതിനേക്കാൾ മോശമായിരിക്കും വരുന്ന ആളുകൾ അല്ലെ? അതൊക്കെ ഒരു റിയാലിറ്റിയാണ്. ഇപ്പൊ ലോകം ഉണ്ടായി കഴിഞ്ഞാൽ ഓവർ ദി പീരീഡ് അത് നശിക്കണ്ടേ? അതിനല്ലേ നമ്മളൊക്കെ അല്ലെ? നമ്മളിപ്പോഴത്തെ എപ്പോച്ചിനെ നമ്മൾ എന്തെന്ന പേര് വിളിക്കുക? ആന്ത്രോപോസീൻ എന്ന് പറയും. മനുഷ്യന്മാർ ഇതിന് മുന്നുള്ള എല്ലാ ഐസേജും നാച്ചുറൽ ഫാക്ടേഴ്സ് കൊണ്ടാണ് നശിച്ചിട്ടുള്ളത്. ഈ ഒരു ഐസേജ് മാത്രമാണ് നമ്മൾ അല്ലെ നശിപ്പിച്ച് ഒരു വിധം എത്തിക്കുന്നുണ്ട്. ബാക്കിയുള്ള ഐസേജ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ലാക്സ് ഓഫ് ഇയേഴ്സ് എടുത്തിട്ടാണ് നശിച്ചത്. നമ്മളിത് വളരെ പെട്ടെന്ന്. ഇതാണ് നമ്മുടെ പ്രത്യേകത. ജസ്റ്റ് വായിക്കട്ടെ. സബ്സ്ക്രിപ്ഷൻ ഈസ് ഒബ്വിയസ്ലി വെരി ലോ. ഓക്കെ അല്ലേ? ഗവൺമെന്റ് ഇറക്കുന്നുണ്ടോ? ഗവൺമെന്റിനും ഇറക്കാം, അതുപോലെ പ്രൈവറ്റ് കമ്പനീസിനും ഇറക്കാം. പക്ഷെ കണ്ടീഷൻ എന്ന് പറയുന്നത് അവർ ആ മൊബിലൈസ് ചെയ്യുന്ന റിസോഴ്സസ് എന്തിനു വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റൽ പ്രൊജക്ടിന്. അല്ലാതെ ഉപയോഗിച്ച സെബി അവർക്ക് ഗ്രീൻ ബോണ്ട് ഇറക്കാനുള്ള ആ ഒരു ലൈസൻസ് അല്ലെങ്കിൽ അവർക്ക് ഒരു അനുവാദം കട്ട് ചെയ്യും. ക്ലിയർ അല്ലേ? എല്ലാ കമ്പനികളും എന്ത് ചെയ്യും? പൈസ മൊബിലൈസ് ചെയ്യുന്നതിന് ഒബ്വിയസ്ലി അക്കൗണ്ട്സ് ഉണ്ടായിരിക്കും, അതേപോലെ പ്രോപ്പർ ഓഡിറ്റ് ഉണ്ടാവും. ഓഡിറ്റിംഗ് റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിഞ്ഞൂടെ അവർ ആ പൈസ എന്തിനു വേണ്ടിയിട്ടാണ് ചെലവഴിച്ചതെന്ന് നമുക്ക് കൃത്യമായിട്ട് ഒരു ഐഡിയ കിട്ടും. ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ. ഗവൺമെന്റും ചെയ്യാറുണ്ട്, പ്രൈവറ്റ് കമ്പനീസും ചെയ്യാറുണ്ട്. ഇനി ഇതിന്റെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അടുത്ത് നമ്മൾ പഠിക്കും സോഷ്യൽ സെക്യൂരിറ്റി ബോണ്ട്. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം സോഷ്യൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടുള്ള. ഒന്നും കൂടി സബ്സ്ക്രിപ്ഷൻ കുറവായിരിക്കും. നന്മ കൂടും, നമ്മൾ സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നത് കുറയും. ഓക്കെ അല്ലേ? അടുത്തയിലേക്ക് നമുക്ക് പോവാം. ആ നന്മ കൂടാന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ? നമുക്ക് അടച്ചു കഴിഞ്ഞാൽ പൈസയും തിരിച്ചു കിട്ടില്ല, ഇൻട്രസ്റ്റും കിട്ടില്ല. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ചാരിറ്റി. ചെയ്യോ നമ്മള്? ഇല്ല. അത്രേ ഉള്ളൂ. മസാല ബോണ്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തതാ. എന്താണ് മസാല ബോണ്ട്? ECBയുടെ പ്രശ്നം എന്തായിരുന്നു? മെജോറിറ്റി ഓഫ് ECB വാസ് ഇൻ ഡോളർ.
ഡോളറിന്റെ നെഗറ്റീവ് എഫക്റ്റ് എന്ന് പറയുന്നത് എന്താ? എക്സ്ചേഞ്ച് റിസ്ക് ആരുടെ കയ്യിലായിരുന്നു? ഡെപ്റ്റർ, കടമെടുക്കുന്ന ആളിലായിരുന്നു. ആ റിസ്ക് പതുക്കെ ക്രെഡിറ്ററിലേക്ക് കൊടുക്കാനുള്ള ഒരു ആശയമാണ് മസാല ബോണ്ട് എന്ന് പറയുന്നത്. മസാല ബോണ്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ ബോണ്ട് ഇഷ്യൂഡ് ഇൻ ഫോറിൻ പ്ലേസസ്, ഇന്ത്യക്ക് പുറത്തുള്ള ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇഷ്യൂ ചെയ്യുന്ന ഇന്ത്യൻ ബോണ്ടാണ് മസാല ബോണ്ട് ഇൻ ഇന്ത്യൻ റുപ്പി. ക്ലിയർ ആണോ? എന്താണ് മസാല ബോണ്ട് എന്ന് പറയുന്നത്? ഇന്ത്യക്ക് ഉള്ളിൽ ഇഷ്യൂ ചെയ്യുന്നതല്ല, ഒരു ഇന്ത്യൻ കമ്പനിയോ ഇന്ത്യൻ ഗവൺമെന്റോ ഇന്ത്യക്ക് പുറത്തുള്ള ഒരു ഫോറിൻ എക്സ്ചേഞ്ചിൽ ഇഷ്യൂ ചെയ്യുന്ന ഷെയർ ആണ് അല്ലെങ്കിൽ ബോണ്ടാണ് മസാല ബോണ്ട് എന്ന് പറയുന്നത്. ആ മസാല ബോണ്ട് എന്ന് പറയുന്നത് സ്പെസിഫിക്കലി ഇന്ത്യൻ റുപ്പീസിലാണ് പൈസ മൊബിലൈസ് ചെയ്യുന്നത്. വീണ്ടും എക്സാമ്പിൾ റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ, എക്സ്ചേഞ്ച് റിസ്കിന്റെ. ക്ലിയർ അല്ലേ? ഇവിടെ റുപ്പിയുടെ വാല്യൂ ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ റിസ്ക് കൂടുതലായിരിക്കും ക്രെഡിറ്റർ, പൈസ തരുന്ന ആൾക്കായിരിക്കും. ദാറ്റ് ഈസ് ദി അഡ്വാൻറ്റേജ് ഹിയർ. ഒന്ന് വായിച്ചു നോക്കുക, ഓൾറെഡി എടുത്ത ടോപ്പിക്കാണ്. വാല്യൂസ് ഫോക്കസ് ചെയ്യണ്ടാട്ടാ. RBI പറഞ്ഞിട്ടുള്ളത് $50 million എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ചേഞ്ച്. ഞാൻ എപ്പോഴും ഒരു കറന്റ് വാല്യൂ അപ്ഡേറ്റ് ചെയ്ത് വെക്കുന്നു എന്നുള്ളൂ. യു ഡോണ്ട് നീഡ് ടു ഫോക്കസ് ഓൺ വാല്യൂ, ഇറ്റ് വിൽ ചേഞ്ച്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഡെപ്പോസിറ്ററി റെസിപ്റ്റ്. കുറച്ചും കൂടി നമുക്ക് കൺസെപ്റ്റ് ആയിട്ട് പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഡെപ്പോസിറ്ററി റെസിപ്റ്റ്. ഞാൻ ഇതിന് വേണമെങ്കിൽ ഒരു സിമിലാരിറ്റി തരാം. നമ്മളൊരു പാർട്ടിസിപ്പേറ്ററി നോട്ട് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? എന്തായിരുന്നു പാർട്ടിസിപ്പേറ്ററി നോട്ട്? നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഒരു ഇന്ത്യൻ കമ്പനിയുടെ ഷെയർ, നിങ്ങൾ ഇന്ത്യക്ക് പുറത്തുള്ള ആളുകളാണ് കേട്ടോ, ഇന്ത്യക്ക് പുറത്തുള്ള ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് ഇന്ത്യൻ കമ്പനിയിൽ ഒരു ഷെയർ വാങ്ങണം. പക്ഷെ യു ഡോണ്ട് നീഡ് ടു ഡിസ്ക്ലോസ് യുവർ ഐഡന്റിറ്റി. അപ്പൊ നിങ്ങൾ യൂസ് ചെയ്യുന്ന ടൂളാണ് എന്ത്? പി നോട്ട് അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്ററി നോട്ട്. നിങ്ങൾ ചെയ്തിരുന്ന മെക്കാനിസം എന്താന്ന് പറയും? എന്തായിരുന്നു നിങ്ങൾ ചെയ്തിരുന്ന മെക്കാനിസം? ആദ്യം നിങ്ങൾ എന്ത് ചെയ്യും? പി നോട്ട് ഉപയോഗിച്ച് ഒരു ഫോറിൻ ഇൻവെസ്റ്ററിൽ രജിസ്റ്റർ ചെയ്യും. ഒരു ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ. ആ പേര് കേൾക്കുമ്പോൾ ബുദ്ധിമുട്ട് വിചാരിക്കേണ്ട. ഒരു ഫോറിൻ കമ്പനി ബാക്കിയുള്ള രാജ്യങ്ങളിലെ കമ്പനിയുടെ ഷെയർ വാങ്ങുന്ന ഒരു സ്ഥാപനം, അല്ലെങ്കിൽ ഇറ്റ്സ് ലൈക്ക് എ മ്യൂച്വൽ ഫണ്ട്, അത്ര ആലോചിച്ചാൽ മതി. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ ഒരു അസറ്റ് മാനേജ്മെന്റ് കമ്പനിയാണ് ഈ FII എന്ന് പറയുന്നത്. ഈ FII എന്ത് ചെയ്യും? നിങ്ങളിൽ നിന്ന് കാശ് വാങ്ങി നിങ്ങൾക്ക് വേണ്ടി ഒരു ഇന്ത്യൻ കമ്പനിയിലെ ഷെയർ വാങ്ങും. ഇതാണ് ഇന്ത്യയുടെ കേസിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഈ പി നോട്ട് എന്ന് പറയുന്നത്. ഗ്ലോബലി ജനറൽ ആയിട്ട് ഉപയോഗിക്കുന്ന ഈ പി നോട്ടിന് സിമിലർ ആയിട്ട് ഗ്ലോബലി ഉപയോഗിക്കുന്ന ഒരു ടൂളിനെ വിളിക്കുന്ന പേരാണ് ഡെപ്പോസിറ്ററി റെസിപ്റ്റ്. എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ അതിന് തന്നെ കൺസെപ്റ്റ് മൈൻഡിലേക്ക് കൊണ്ടുവരാ. ഡെപ്പോസിറ്ററി റെസിപ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യയില് ഒരു ഫോറിൻ കമ്പനി ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യാതെ ഡെപ്പോസിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പി നോട്ടിനോട് സിമിലർ ആണ് ഡെപ്പോസിറ്ററി റെസിപ്റ്റ്. ഇപ്പൊ എന്തായിരിക്കും അതിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്? ഓക്കെ അല്ലേ? US ഒരു കമ്പനി ഉണ്ട്. ആ കമ്പനിയുടെ ഷെയർ ഇന്ത്യയിലുള്ള ഒരാൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ട്. ഒരു എക്സ് എന്ന് പറയുന്ന ഇന്ത്യയിലുള്ള ഒരാൾക്ക് US ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങാൻ താല്പര്യമുണ്ട്. അപ്പോ എക്സ് നേരിട്ട് വന്ന് US കമ്പനിയുടെ ഷെയർ വാങ്ങിയാൽ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ? US കമ്പനി ഒബ്വിയസ്ലി അവരുടെ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് ഏത് കറൻസിയിലായിരിക്കും? ഡോളറിലായിരിക്കും. കറക്റ്റ് അല്ലേ? അപ്പൊ ഇയാൾ എന്ത് ചെയ്യേണ്ടി വരും? എക്സ് ആദ്യം കയ്യിലുള്ള ഇന്ത്യൻ രൂപ ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്യണം. ആ ഡോളർ ഇതെല്ലാം ഇയാൾ നേരിട്ട് RBI പോകണമെന്നൊന്നും ഇല്ലാട്ടോ. ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ അവരത് കൺവേർട്ട് ചെയ്തോളും. വാട്ടവ. അപ്പൊ പ്രോസസ് എന്ന് പറയുന്നത് എന്താ? എക്സ് ആദ്യം കയ്യിലുള്ള ഇന്ത്യൻ രൂപ ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്യണം. ആ ഡോളറിലാക്കിയ പൈസ കൊണ്ടുവന്ന് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം? US സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുള്ള ആ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഒബ്വിയസ്ലി ഇവിടെ എന്തുണ്ട്? എക്സ്ചേഞ്ച് നടത്തണം, കാര്യങ്ങൾ ചെയ്യണം. ഏത് US കമ്പനിയിലെ ഷെയർ ആണ് അഡ്വാൻറ്റേജിലുള്ളത്? മേ ബി ഇന്ത്യൻ സിറ്റുവേഷൻ നമുക്ക് കുറച്ചും കൂടി ഫെമിലിയർ ആവും. US ഏത് കമ്പനിയാണ് ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യുന്നത്? ഏതെല്ലാമാണ് എന്തുണ്ടാവുന്നത്? ലോസ് എക്സ്പെക്ട് ചെയ്യുന്നത്? നമുക്ക് വല്ല ഐഡിയ ഉണ്ടാവും? ഇല്ല. അപ്പൊ നമ്മൾ അവിടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഡെപ്പോസിറ്ററി റെസിപ്റ്റ്. ഡെപ്പോസിറ്ററി റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? ഒരു രാജ്യത്തെ സെൻട്രൽ ബാങ്ക് അല്ലെങ്കിൽ വേറെ ബാങ്കുകളാവട്ടെ, RBI വേണമെന്ന് നിർബന്ധമില്ല, ജനറലി RBI ആണ്. സെൻട്രൽ ബാങ്കോ വേറെ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് ചെയ്യും? ശ്രദ്ധിച്ചു നോക്കുക. US ഈ കമ്പനിയുടെ ഷെയർ വാങ്ങും. ഏത് കറൻസിയില്? ഡോളർ കൊടുത്ത് US കമ്പനിയുടെ ഷെയർ വാങ്ങി.
ഈ ഷെയറിനെ അവര് റുപ്പീസിലേക്ക് മാറ്റിയിട്ട് എത്രയാണോ ആ റുപ്പീസിൽ ഇന്ത്യയിലുള്ള എക്സിന് കൊടുക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇവിടെ കറൻസി എക്സ്ചേഞ്ച് മുഖേനയുള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത് ആരാ? സെൻട്രൽ ബാങ്ക് അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. എക്സ് എന്ന് നോക്കുമ്പോൾ അയാളുടെ അഡ്വാൻറ്റേജ് എന്താ? നമ്മൾ ഇന്ത്യയിൽ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് പർച്ചേസ് ചെയ്യുന്ന മാതിരി ഇന്ത്യൻ രൂപയിൽ വളരെ നിസ്സാരമായിട്ട് ഇവർ കാര്യം ചെയ്യുന്നു. ഭാവിയിൽ ഇയാൾക്ക് ഇത് റിട്ടേൺ കൊടുക്കണമെങ്കിലോ എക്സ് ഇത് സെൻട്രൽ ബാങ്കിന് ഇത് ആ ഷെയർ, ആ ഫോറിൻ കമ്പനിയുടെ ഷെയർ തിരിച്ചു കൊടുത്തു, അയാളുടെ ഇന്ത്യൻ രൂപ തിരിച്ചു മേടിച്ചു. ക്ലിയർ അല്ലേ? മെക്കാനിസം വളരെ എളുപ്പമാണ്. മറിച്ച് ഈ എക്സ് നേരിട്ട് പോണെങ്കിൽ എന്താ? കറൻസി റേറ്റ് ചേഞ്ച് ചെയ്യണം, എക്സ്ചേഞ്ചസ് അമേരിക്കയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്യണം, അല്ലെങ്കിൽ അമേരിക്കയിൽ സെബിയോട് ഇക്വാലന്റ് ആയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാവില്ലേ? അമേരിക്കയില് സെബിയോട് ഇക്വാലന്റ് ആയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവും, അവിടെ രജിസ്റ്റർ ചെയ്താലാണ് ഈ സ്റ്റോക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഡെപ്പോസിറ്ററി റെസിപ്റ്റിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടാവും. സിംപ്ലി എന്താ ചെയ്യണേ? ഇന്ത്യയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഒരു ഫോറിൻ കമ്പനിയുടെ ഷെയർ വാങ്ങുന്നത്. അത് എന്തിലാ വാങ്ങുന്നത്? ഇന്ത്യൻ രൂപയിലാണ് വാങ്ങുന്നത്, വിച്ച് ഈസ് കോൾഡ് ഡെപ്പോസിറ്ററി റെസിപ്റ്റ്. വെരി സിമിലർ ടു പി നോട്ട് അല്ലെ? നിങ്ങളുടെ ഐഡന്റിറ്റി എന്തെങ്കിലും ആ അമേരിക്കൻ കമ്പനിക്ക് അല്ലെങ്കിൽ അമേരിക്കയിലെ സെബിയോട് ഇക്വാലന്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ അറിയോ? ഇല്ല, ഒന്നും അറിയില്ല. അമേരിക്കയിലെ സെബിയോട് ഇക്വാലന്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനെ എന്താ അറിയുള്ളൂ? ഒരു ഇന്ത്യൻ ബാങ്ക് അല്ലെങ്കിൽ RBI അവരുടെ ഷെയർ പർച്ചേസ് ചെയ്തു എന്നല്ല അറിയുള്ളൂ. ഈ എക്സ് എന്ന് പറഞ്ഞ നിങ്ങളുടെ ഐഡന്റിറ്റി അവർക്ക് അറിയോ? ഇല്ല. യുവർ ഐഡന്റിറ്റി ഈസ് അഗെയിൻ സേവ്ഡ്. ക്ലിയർ അല്ലേ? മൾട്ടിപ്പിൾ അഡ്വാൻറ്റേജസ്. ദിസ് കൺസെപ്റ്റ് ഈസ് കോൾഡ് ഡെപ്പോസിറ്ററി റെസിപ്റ്റ്. ആലോചിച്ച് ഉത്തരം പറയും. വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ് ആൻഡ് പി നോട്ട്? ഡെപ്പോസിറ്ററി റെസിപ്റ്റും പി നോട്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? പി നോട്ട് എന്ന് പറയുന്നത് ഒരു ഫോറിൻ കമ്പനി ഇന്ത്യൻ സ്റ്റോക്ക് വാങ്ങാൻ മാത്രം ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് പി നോട്ട്. ഡെപ്പോസിറ്ററി റെസിപ്റ്റോ ഈ കേസ് എങ്ങോട്ട് വേണമെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്യാം. അമേരിക്കയിലെ ഒരു ബാങ്ക് ഇന്ത്യൻ കമ്പനിയിലെ ഷെയർ വാങ്ങി വെച്ച് എന്ത് ചെയ്യാം? അമേരിക്കക്കാരന് ഡോളറിൽ ആ ഷെയർ ഇഷ്യൂ ചെയ്യാം. ADR, അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്. ഈ പറഞ്ഞ എക്സാമ്പിള് IDR, ഇന്ത്യൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്. ഇനി അമേരിക്കയും ഇന്ത്യ മാറ്റി നിർത്ത്. ഒരു വേൾഡ് ബാങ്ക്, IMF അല്ലെങ്കിൽ ഒരു മൾട്ടിലാറ്ററൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണ്? ഒരുപാടുണ്ട്. ബ്രിക്സിന്റെ ബാങ്ക് ഉണ്ട്, ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ബാങ്ക് ഉണ്ട്, ADB ഉണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ ഷെയർ വാങ്ങി ഒരു പർട്ടിക്കുലർ കറൻസിയിൽ വേറൊരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്. The basic principle of P note and depository receipts are same. Difference എന്താ? P note is only used to access Indian stock market by a foreigner. ഡെപ്പോസിറ്ററി റെസിപ്റ്റോ ജനറൽ ആണ്. ഏത് രാജ്യത്തെ സ്റ്റോക്ക് അല്ലെങ്കിൽ ഷെയർ വേറൊരു രാജ്യത്തുള്ള ഒരാൾക്ക് കറൻസി എക്സ്ചേഞ്ചിന്റെ ഇഷ്യൂസ് ഇല്ലാതെ പർച്ചേസ് ചെയ്യാനുള്ള ടൂള്. ക്ലാരിറ്റി കിട്ടിയോ? രണ്ട് ടൂളും ക്ലിയർ ആയില്ലേ? ഡിഫറൻസും ക്ലിയർ അല്ലേ? വായിച്ചു നോക്ക്. അമേരിക്കയിലെ സെൻട്രൽ ബാങ്ക് വാങ്ങി വെച്ച ADR, ഇന്ത്യയിലെ സെൻട്രൽ ബാങ്ക് വെച്ച IDR, ഏതെങ്കിലും മൾട്ടിലാറ്ററൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വാങ്ങിച്ച് കഴിഞ്ഞാൽ GDR, ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്. കൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കുക. സോ ഇറ്റ് വുഡ് ബി ഈസിയർ. വായിച്ചു നോക്കുക. ഞാൻ പറഞ്ഞ ഈ മെക്കാനിക്സ് അല്ലെങ്കിൽ മൂവ്മെന്റ് മാത്രം ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അതാണ് ഇതിൽ ആവശ്യമുള്ളൂ. കൺസെപ്റ്റ് ഓക്കെ ആണെങ്കിൽ യു ക്യാൻ ഈസിലി ക്രാക്ക് പ്രിലിമിനറി ക്വസ്റ്റ്യൻസ്. ഓക്കെ. ഇപ്പൊ അമേരിക്കയിലെ ബാങ്ക് ഇന്ത്യയിലുള്ള ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങി അമേരിക്കക്കാരന് ഡോളറിൽ ഇഷ്യൂ ചെയ്യുന്നതാണ് ADR. GDR എന്ന് പറഞ്ഞ ഒരു മൾട്ടിലാറ്ററൽ കമ്പനി ഡോളറിലോ അല്ലെങ്കിൽ പൗണ്ടിലോ യെന്നിലോ അല്ലെങ്കിൽ പൗണ്ട് സ്റ്റെർലിങ്ങിലോ ഇഷ്യൂ ചെയ്യുന്നതിന് GDR. അത്രേ ഉള്ളൂ കേട്ടോ വ്യത്യാസം. RBI വാങ്ങി വെച്ച IDR. ജനറലി RBI വാങ്ങാറില്ല. നമ്മൾ അതിന് പകരം എന്ത് ഉപയോഗിക്കും? ഇന്ത്യയുടെ കേസിലാണെങ്കിൽ പി നോട്ട്. IDR എന്ന് പറയുന്ന ഒരു കാര്യമില്ല കേട്ടാ. കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു എന്നുള്ളൂ. IDRന് ഇക്വാലന്റ് ആയിട്ട് ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന പരിപാടി എന്നുണ്ട് പി നോട്ട്. ഓക്കെ അല്ല? പാർട്ടിസിപ്പേറ്ററി നോട്ട്. We don't have any IDR, we have only P note. ജസ്റ്റ് വായിക്കാടാ കയ്യോടെ. ക്ലാസ്സിൽ നിന്ന് തന്നെ കൺസെപ്റ്റ് ക്ലിയർ ആവാം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ വായിച്ചോളൂ.
ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുള്ള കാര്യം ഇപ്പൊ കേൾക്കുമ്പോൾ ഇത് മനസ്സിലാവും. ചിലപ്പോൾ ഇത് പെട്ടെന്ന് മറന്നു പോകുന്ന ഒരു കാര്യം ആയതുകൊണ്ടാണ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കഥകളൊക്കെ എഴുതിയിട്ടുള്ളത് കേട്ടോ. ഇപ്പൊ നിങ്ങളൊരു കമ്പനിയുടെ ഷെയർ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒബ്വിയസ്ലി എന്തുണ്ടാവും, നിങ്ങൾക്ക് ഒരു വോട്ടിംഗ് റൈറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടില്ലേ. അപ്പൊ നമ്മൾ ഈ ഡെപ്പോസിറ്ററി റെസിപ്റ്റ് ആണ് നമ്മൾ കളക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ വോട്ടിംഗ് റൈറ്റും അസറ്റ് ഒക്കെ മാനേജ് ചെയ്യുന്നത് ആ പർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. ഇപ്പൊ അമേരിക്കയുടെ കേസിലാണെങ്കിൽ അമേരിക്കൻ സെൻട്രൽ ബാങ്ക് ആണ് അമേരിക്കക്കാരൻ ഒരു ടാറ്റയുടെ ഓണർഷിപ്പ് വാങ്ങിക്കഴിഞ്ഞാൽ മാനേജ് ചെയ്യുന്നതൊക്കെ നമ്മുടെ ആ ADR ആരാണ്, ആ കമ്പനി ആയിരിക്കും മാനേജ് ചെയ്യുക. മേ ബി അമേരിക്കൻ സെൻട്രൽ ബാങ്ക് അല്ലെങ്കിൽ അമേരിക്കയിലെ ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണോ നമ്മുടെ വോട്ടിങ്ങും കാര്യങ്ങളും റെപ്രസെന്റ് ചെയ്യുക. എങ്ങനെയായിരിക്കും ആ വോട്ടിങ്? നിങ്ങളോട് ചോദിക്കും, ടാറ്റയിൽ ഒരു എന്ത് നടക്കുന്നുണ്ട്, വോട്ടിംഗ് നടക്കുന്നുണ്ട്, നിങ്ങളുടെ ഒപ്പീനിയൻ ആർക്കാന്ന് അവർ മൊബിലൈസ് ചെയ്യും. ആ ഒപ്പീനിയൻ അതേപോലെ അവർ ആർക്ക് പ്രസന്റ് ചെയ്യും? ടാറ്റ കമ്പനിയിലേക്ക് പ്രസന്റ് ചെയ്യും. ക്ലിയർ അല്ലേ? നമ്മുടെ ഒരു ഡയറക്റ്റ് പ്രസന്റേഷന്റെ ആവശ്യമില്ല അവിടെ. എല്ലാം ഒബ്വിയസ്ലി ത്രൂ ഇലക്ട്രോണിക് ആയിരിക്കുന്നു മാത്രം. ജസ്റ്റ് വായിക്കാടാ, ഒരു കാര്യം മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഇറ്റ്സ് ആക്ച്വലി ഡൂയിങ് അസറ്റ് മാനേജ്മെന്റ്, ഒബ്വിയസ്ലി നോട്ട് ആൻ അസറ്റ് മാനേജ്മെന്റ്. RBI നമുക്ക് AMC എന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ. RBI ചെയ്യുന്ന ഒരുപാട് ഫംഗ്ഷനിൽ ഒന്ന് എന്ന് വേണമെങ്കിലല്ലേ നമുക്കിനെ പറയാൻ പറ്റുള്ളൂ. അതുപോലെ US ഫെഡ് ചെയ്യുന്ന ഒരുപാട് വർക്കിലെ ഒന്ന്. ഓക്കെ അല്ലേ? ആക്ച്വലി വെനെവർ ദേ ആർ ഡീലിംഗ് വിത്ത് DR, ഇറ്റ് ഈസ് ആക്ച്വലി വർക്കിംഗ് ലൈക്ക് എ MF or AMC. ക്ലിയർ ആണെന്ന് വിചാരിക്കണു അല്ലെ? ലെറ്റ്സ് മൂവ് ടു ഫർദർ ഡിസ്കഷൻ. വായിച്ചോളൂ, ഇമ്പോർട്ടന്റ് ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തോടാ. ഡിഫറൻസ് ബിറ്റ്വീൻ P0 ആൻഡ് DR. P0 എന്താ മേടിക്കുന്നത്? ഒരു ഫോറിൻ എൻറ്റിറ്റി ഇന്ത്യൻ അസറ്റ് അല്ലെങ്കിൽ ഓണർഷിപ്പ് വാങ്ങുന്നു. DR ഒരു ഇന്ത്യൻ എൻറ്റിറ്റി അല്ലെങ്കിൽ വേറൊരാൾ വേറൊരു ഫോറിൻ അസറ്റ് വാങ്ങുന്നു. ഡിഫറൻസ് ഉണ്ട് കേട്ടോ രണ്ടും. ജസ്റ്റ് മനസ്സിലാക്കുക ഡിഫറൻസ് ബിറ്റ്വീൻ P0 ആൻഡ് DR. P0 DR തമ്മിലുള്ള വ്യത്യാസം. ഈ ഫോറിൻ എക്സ്ചേഞ്ച് ഈസി ആക്കുക എന്നുള്ളതാണ് ഇതിന്റെ എയിം അല്ലേ? ഫോറിൻ എക്സ്ചേഞ്ച് അല്ല, കറൻസി കൺവേർഷൻ എന്ന വാക്ക് ഉപയോഗിക്കാം നമുക്ക്. കറൻസി Okay. കൺവേർഷൻ ഈസി ആക്കാം. അതേപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ സെയിം സിറ്റുവേഷനിലെ പ്രശ്നം എന്താ മോളെ? വേറൊരു രാജ്യത്തെ കമ്പനികളുടെ റിയൽ ടൈം സ്റ്റാറ്റസ് നമുക്ക് അത്ര എക്സ്പേർട്ടൈസ് ഉണ്ടാവില്ലല്ലോ. മറിച്ച് ഇത് വാങ്ങി വെക്കുന്ന ബാങ്കുകൾക്ക് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന് കുറച്ചും കൂടി ബെറ്റർ എക്സ്പേർട്ടൈസ് ഉണ്ടാവില്ലേ? അവര് നല്ല രീതിയിലുള്ള ഷെയർ വാങ്ങി വെച്ചാലല്ലേ നമ്മൾ അവരിൽ നിന്ന് അത് സബ്സ്ക്രൈബ് ചെയ്യുള്ളൂ. സോ വി വിൽ ഗെറ്റ് എ professional management of asset as well as currency conversion will be taken care of by that particular institution. ഇതാണ് ഇതിന്റെ ഒരു ബേസിക് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ അല്ല ഡിസ്കഷൻ? ഇനി അടുത്തത് നമുക്ക് AIF എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എടുക്കാം. ബ്രേക്ക് എടുക്കാം അല്ലെ നമുക്ക്? ഓൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്, വെരി സിമിലർ ടു മ്യൂച്വൽ ഫണ്ട്. അടുത്ത ഡിസ്കഷനിൽ എടുക്കാം. സാർ, നമ്മൾ ഇത്രയും നേരം പറഞ്ഞ മെക്കാനിസത്തിലെല്ലാം ഗവൺമെന്റിനും പ്രൈവറ്റ് കമ്പനിക്കും എല്ലാം ഇഷ്യൂ ചെയ്യാൻ പറ്റുമല്ലോ. ഇപ്പം മ്യൂച്വൽ ഫണ്ട് ആണെങ്കിൽ ഒബ്വിയസ്ലി ചെയ്യാൻ വേണ്ടി പറ്റൂടാ. ഒബ്വിയസ്ലി പറ്റും. ഓക്കെ. നമ്മളിപ്പോ ഈ പരസ്യം കാണത്തില്ലേ മ്യൂച്വൽ ഫണ്ടിന്റെ, അത് ഗവൺമെന്റിന്റെ ആണോ? സെബി എന്നൊക്കെ പറഞ്ഞു. അതേതാ? സെബി എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ എന്നല്ല, ഈ പറയുന്ന ക്യാപിറ്റൽ മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് സെബി എന്ന് പറയുന്നത്. അതിൽ നിന്ന് ഗവൺമെന്റിലെ മെമ്പേഴ്സ് ഉണ്ട്, RBI മെമ്പേഴ്സ് ഉണ്ട്. ഈ ചാപ്റ്ററിന്റെ അവസാനം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് സെബിയെ കുറിച്ച് എടുക്കൂടാ.